ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു. സെർച്ച് എന്ന ഭാഗത്ത് HS ക്യാപ്പ് ഗേറ്റ് എന്ന് നൽകുന്നു. ആദ്യം വരുന്ന റിസൾട്ട് തന്നെ ക്ലിക്ക് ചെയ്യുന്നു. ഇടത് ഭാഗത്ത് മുകളിൽ ചുവപ്പ് നിറത്തിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് വരുന്ന വിൻഡോയിൽ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കുക എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ വരുന്ന വിൻഡോയിൽ SSLC സ്കീം, അത് SSLC 2024-25 എന്ന് നൽകുക. തുടർന്ന് രജിസ്റ്റർ നമ്പർ നൽകുക. രജിസ്റ്റർ നമ്പർ നൽകിയതിന് ശേഷം കാൻഡിഡേറ്റ് നെയിം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുട്ടിയുടെ പേര് ഡോട്ട് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിന് താഴെ കൺഫേം കാൻഡിഡേറ്റ് നെയിം എന്നുള്ളവിടെ കൃത്യമായി പേര് നൽകുക, ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക, മൊബൈൽ നമ്പർ തെറ്റുകൂടാതെ നൽകുക. അതുപോലെ ആപ്ലിക്കേഷൻ സബ്മിഷൻ മോഡ് എന്നുള്ളത് സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് സെൽഫ് എന്ന് നൽകുക. താഴെ ക്യാപ്ച നൽകിയതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി സെൻഡ് OTP എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നൽകിയിരിക്കുന്ന മൊബൈൽ ഫോണിലേക്ക് OTP ലഭിക്കുന്നതാണ്. ഫോണിൽ ലഭിച്ച OTP എൻ്റർ ചെയ്തതിന് ശേഷം അതിന് താഴെ കാണുന്ന സബ്മിറ്റ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ളൊരു ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ തുടങ്ങിയ വേരിയേഷനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത്. ഈ പാസ്വേഡ് കൃത്യമായി എഴുതി നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. പാസ്വേഡ് നൽകിയതിന് ശേഷം അപ്ഡേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേഷൻ സക്സസ്ഫുള്ളി എന്നൊരു സന്ദേശം ലഭിക്കുന്നു. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ കാണാൻ കഴിയും. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഈ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ നമ്പറും നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്തതിന് ശേഷം OTP സെൻഡ് ചെയ്ത് ആ OTP എൻ്റർ ചെയ്തുകൊണ്ട് ലോഗിനിലേക്ക് പ്രവേശിക്കാം. ഇതിൽ അപ്ലൈ ഓൺലൈൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷയിലേക്ക് കിടക്കാം. ആദ്യ ഭാഗത്ത് കുട്ടി SSLC പരീക്ഷ എഴുതിയ സ്കൂള്, അവിടെ ഹയർ സെക്കൻഡറി ഉണ്ടെങ്കിൽ അവിടുത്തെ സ്കൂൾ കോഡാണ് നൽകേണ്ടത്. തുടർന്ന് കുട്ടിയുടെ വിവരങ്ങളാണ് തെറ്റുകൂടാതെ നൽകേണ്ടത്. ജാതി, മതം, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, അച്ഛൻ്റെ പേര് തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായി തെറ്റുകൂടാതെ നൽകേണ്ടതുണ്ട്. അതുപോലെ ഗ്രേസ് മാർക്കിന് അർഹതപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നൽകുക. ഗ്രേസ് മാർക്ക് അവാർഡഡ് ആണെങ്കിൽ ആ ഭാഗം ഒരിക്കലും നമുക്ക് വീണ്ടും എൻ്റർ ചെയ്ത് നൽകാനായിട്ട് കഴിയില്ല. തുടർന്ന് എല്ലാ വിവരങ്ങളും നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ SSLCക്ക് കിട്ടിയ ഒരു മാർക്ക് കാണുന്ന ഒരു ഭാഗത്തേക്ക് കടക്കുന്നു. റിസൾട്ട് ഏകദേശം ശരി തന്നെ ആയിരിക്കും. അതൊന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് വരുന്ന ഈ വിൻഡോയിൽ കുട്ടി പഠിക്കേണ്ട വിഷയങ്ങളും അതിൻ്റെ കോഴ്സ് കോമ്പിനേഷൻ, സ്കൂള് ഇവയെല്ലാം കൃത്യമായി തന്നെ സെലക്ട് ചെയ്ത് നൽകുക. ആ പേജ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തുടർന്ന് വരുന്നത് സർട്ടിഫിക്കറ്റുകളുടെ വിവരങ്ങൾ എൻ്റർ ചെയ്യാനുള്ള ഒരു പേജാണ്. ഇവിടെ സർട്ടിഫിക്കറ്റിൽ പ്രത്യേകിച്ച് നമ്പർ ഒന്നും നൽകിയില്ല എങ്കിൽ കുട്ടിയുടെ പരീക്ഷ എഴുതിയ രജിസ്റ്റർ നമ്പർ ഉപയോഗിക്കാം. അതുപോലെ ഡേറ്റ്, സർട്ടിഫിക്കറ്റ് ഇടാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡേറ്റ്, സ്കൂളിൽ നിന്നും തരുന്ന ഡേറ്റ് ഉണ്ടെങ്കിൽ അത് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ഓൾ ചെയ്യുന്നതോടെ ഈ ഒരു പ്രവർത്തനം അവസാനിക്കുന്നു.